ഇതാണ് മുമ്പേ പൊട്ടിയത്. ഇതിനി എന്താവോ എന്തോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ബോയ്സ് ആൻഡ് ഫാമിലി. അപ്പം നമ്മുടെ ദീപാവലി ആഘോഷങ്ങളൊക്കെ തുടങ്ങാൻ പോവുകയാണ്. അതിനിടയ്ക്ക് നമ്മളിതാ ഈ സാധനം ഉണ്ടല്ലോ, ഇതിന് നമ്മൾ പറയണത് കൊരവപ്പൂ എന്താ പറയണേ, ഇവിടെ എന്താ പറയണേ, പൂക്കുറ്റി. പലയിടത്തും പല ഭാഷ. അപ്പോൾ ഇത് കത്തിച്ചപ്പോഴുണ്ടല്ലോ, നമ്മുടെ കൊടുങ്ങല്ലൂർ എന്താണ് ഭാഗത്ത് എന്തായിരുന്നു, കസേര പോവാ അങ്ങനെ എന്തോ, മേശപ്പൂവോ അങ്ങനെ എന്തോ ആയിരുന്നു. വേറെ ജിയോ ബച്ചൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പം നമ്മളിത് വെച്ചപ്പോഴത്തേക്കിന് ഇത് അങ്ങോട്ട് പടകം പൊട്ടുന്ന പോലെ അങ്ങോട്ട് പൊട്ടി. ചെറുക്കന്മാർ നമ്മളും വിചാരിക്കണില്ല ഈ സാധനം പൊട്ടുമെന്ന്. അതുകൊണ്ട് നമ്മളാരും മാറിയൊന്നും നിന്നില്ല, അത്യാവശ്യം അടുത്ത് തന്നെ നിന്നത്. അപ്പോൾ ഇത് പൊട്ടിയപ്പോഴത്തേനും ഭയങ്കര പേടിയായിപ്പോയി. അപ്പോൾ ആ പുള്ളി അവർ രണ്ടുപേരും വെളിയിറങ്ങാനേ, രണ്ടുപേരും അകത്ത് തന്നെ ഇരിക്കുകയാണ് പേടിച്ചിട്ട്. നമ്മൾ അധികം സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല. ഇപ്പം തന്നെ കണ്ടില്ലേ, അവന്മാർ അകത്ത് കയറി ഇരിക്കുകയാണ്. അവർക്കൊന്നും വേണ്ട. പിന്നെ നമ്മൾ കുറച്ച് കമ്പിത്തിരിയൊക്കെ വാങ്ങിച്ചുള്ളൂ. അപ്പം ഇതെന്തായാലും ഞാൻ പൊട്ടിക്കാൻ പോയില്ല, ഇങ്ങനെ കറക്കാൻ പോണേ. പടക്കോടൊത്തിരിയാണോ? ഓയ് അല്ല മേളിൽ പോണല്ലേ, അല്ല മേളിൽ പോണല്ലോടാ. ഓ അത് പൊളി 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 പൊളി. ഇത് മാത്രമേ ഉള്ളൂ. വാ വാ. ഇതേ ഉള്ളു. ഹായ്. അവന്റെ കൂടെ ഒരെണ്ണം അവന്റെ കൂടെ. എനിക്കെടുക്കാൻ വേണം. വാങ്ങിച്ചോ? അടുത്തതായി വീണ്ടും കൊരവപ്പൂ. മാറുത് കേട്ടിട്ട്. ഇത് പൊട്ടിയില്ല. അടുത്തത് വീണ്ടും കൊരവപ്പൂ.
ഇല്ലടാ, ഈ സാധനം എനിക്കും പേടിയാണ് കേട്ടോ. ചേട്ടക്കളന്നോ? ഇതാണ് മുമ്പേ പൊട്ടിയത്. ഇതിനി എന്താവോ എന്തോ. മക്കളെ പേടിക്കണ്ടാടാ, നമ്മളിങ്ങകത്താ നിൽക്കുന്നത്, നമുക്ക് ഓടാം. അതും പൊട്ടിയില്ല. അപ്പൊ ആദ്യത്തേതിന് എന്തോ പറ്റിയായിരുന്നു കേട്ടോ. ഇനിയില്ല. നോക്ക് മോനെ, വേണം മോനെ. അവനോട് അത് അത്ര വരില്ല. വീട് കൈ പിടിച്ചു. അവൻ അതിന് പേടി. എല്ലാം വളഞ്ഞത് ഇതാണ് കറക്റ്റ് പൂത്തിരി. പൂ പോലെ കത്തുന്നുണ്ടോ? അയ്യോ, എവിടെയാണ് പൂ? ആ, ഉണ്ടോ? അപ്പം നമ്മൾ ചിട്ടുപുട്ടും കരവപ്പും കൊണ്ട് നമ്മൾ ടെറസിൻ്റെ മണ്ടയിൽ കയറി കേട്ടോ. നമ്മുടെ വീട്ടിലെ പട്ടിക്ക് പേടി. പട്ടി ഇത് വിറയ്ക്കണം നോക്കിയപ്പോൾ. ചിട്ടുപുട്ട് ചിട്ടുപുട്ട്. അത്രേ ഉള്ളൂ. അടുത്ത കരവപ്പൂ. കത്തണില്ലേ? അത് പോയെന്ന് തോന്നുന്നു. ചിട്ടിപ്പുട്ടെല്ലാം കൂടെ നിരത്തി വെച്ച് അങ്ങോട്ട് കത്തിയിട്ട്. അയ്യോ, കൂട്ടിയിട്ടല്ല, നിരത്തി അടുപ്പിച്ച് വെച്ചിട്ട്. അതിപ്പോ തീരുമല്ലോ. വേറെ എടുത്തില്ലേ? ഒരു വെറൈറ്റി കാണിച്ചു തരാന്ന് പറഞ്ഞ് ചിട്ടുപുട്ടെടുത്ത് കൈ പിടിച്ചോണ്ട് പോയി. ഓഹോ, ആ ബെസ്റ്റ്. കത്തിച്ചെടുത്ത് വെള്ളത്തിലിട്ടിട്ട് കൊള്ളാം, അടിപൊളി.
ഈശ്വര വീണ്ടും കൊള്ളാം കൊള്ളാം. പക്ഷെ ഇത് സൂക്ഷിക്കണം. ലാസ്റ്റ് വേണം അങ്ങോട്ട് നീങ്ങുന്നു കത്തി. ഇതോടുകൂടി നമ്മുടെ കലാപരിപാടി ഇവിടെ അവസാനിക്കും. അതെ, അത് ചേറ്റിപ്പോയെന്ന്. അപ്പൊ ഗൈസ് നമ്മുടെ ദീപാവലി ബ്ലോഗ് ഇവിടെ സമാപിക്കുകയാണ്. അപ്പൊ ഇനി നമ്മള് ഫുഡൊക്കെ കഴിക്കുകയാണ്. ദീപാവലി സ്പെഷ്യലായിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് ചിക്കൻ ചുക്ക, ഇതാണ് ചിക്കൻ സ്റ്റൂ. നമ്മൾ ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് അപ്പം പാത്രി അതൊക്കെയാണ്. അപ്പം നമ്മൾ പോയി തിന്നട്ടെ കേട്ടോ. തിന്നിട്ട് നമുക്ക് കിടന്നുറങ്ങണം. അപ്പം നമ്മുടെ ദീപാവലി സ്പെഷ്യൽ വ്ളോഗ് ഇത്രയുള്ളൂ. അപ്പം നമ്മൾ റീലായി ഇൻസ്റ്റാഗ്രാമിലും ഷോർട്സായി യൂട്യൂബിലും നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. എല്ലാവരും പോയി കണ്ടു നോക്കണം കേട്ടോ. അപ്പം നമ്മുടെ ദീപാവലി വ്ളോഗ് ഇവിടെ ഓണം വിട്ട് കളിയില്ല. ഹാപ്പി ദീപാവലി പറ. ദീപാവലി. ഓക്കെ, അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുമ്പോഴേക്കും ഇവിടെ ഓക്കെ.